ഓക്കെ, നമ്മൾ ഇന്ന് റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൊതുവേ അല്പം പ്രയാസമായിട്ടൊക്കെ പിള്ളേർ പറയാറുണ്ട്, ഇച്ചിരി തെറ്റിക്കാറൊക്കെ ഉണ്ട്. ഈ റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് PT-യിൽ. അപ്പം നമുക്ക് അതിലൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾ നോക്കിക്കോ. നമുക്ക് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് സാമ്പിൾ എടുത്ത് ചെയ്ത് നമ്മൾ പഠിച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിനാകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ആകെ ഒരു ടിപ്പേ ഉള്ളൂ. എന്താണ് സംഭവം? നിങ്ങളുടെ വൊക്കാബുലറി റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങൾ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള ഉത്തരം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ബൈ 2025 ഗവൺമെൻറ് എക്സ്പേർട്സ് സേ അമേരിക്കാസ് സ്കൈസ് വിൽ സ്വാം വിത്ത് 3 ഡാഷ് as dash planes and not just the kind of traffic flying today. ഒരു 2025 ഒക്കെ ആകുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ആകാശം, അമേരിക്കയുടെ മുകളിൽ സ്വാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തിക്കും തിരക്കുമാവും. പ്ലെയിൻസിനെ കൊണ്ട് ഒരുപാട് തിക്കും തിരക്കുമാവും. ഇപ്പോഴത്തെ ഒരു ട്രാഫിക് ആയിരിക്കണമെന്നില്ല, ആകാശത്ത് ഒരുപാട് പ്ലെയിൻസ് ഒക്കെ വന്ന് ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. ദർ വിൽ ബി ഡാഷ് ഓഫ് ടൈനി ജെറ്റ്സ് സീറ്റിംഗ് 6 or fewer അറ്റ് എയർലൈനർ ഡാഷ് competing for space with remotely operated drones that need help avoiding mid-air dash. അപ്പോൾ ഇതെന്താണ്? ദർ വിൽ ബി ഡാഷ് ഓഫ് ടൈനി ജെറ്റ്സ്, ഒരുപാട് ജെറ്റ് വിമാനങ്ങളും ഈ 6 സീറ്ററും അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ചെറിയ ചെറിയ ജെറ്റ് വിമാനങ്ങളും ഈ ദൂരെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺസിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന പ്ലെയിനുകളൊക്കെ ഒരുപാട് ആകാശത്തിനെയും കൂടത്തേ ഉള്ളൂ. 2025 ആകുമ്പോഴത്തേക്ക് അമേരിക്കയിൽ ഇത് ഒരുപാടാവും. നമുക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആമസോണിൻ്റെയൊക്കെ നമ്മൾ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ കാണാറുണ്ടല്ലോ, ഈ ഡ്രോൺസ് വഴി പാഴ്സൽസൊക്കെ വീട്ടുപടിക്ക് കൊണ്ടുവയ്ക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ 2-3 പേർക്ക് കയറാവുന്ന ചെറിയ ചെറിയ പറക്കുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ വരും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വിത്ത് കൊമേഴ്ഷ്യലി ഓപ്പറേറ്റഡ് റോക്കറ്റ്സ് ക്യാരിങ് ഡാഷ് ആൻഡ് ടൂറിസ്റ്റ് ഇൻ ടു സ്പേസ്. കൊമേഴ്ഷ്യലി ഓപ്പറേറ്റഡ് റോക്കറ്റ്സും പിന്നെ ടൂറിസ്റ്റുകളെയൊക്കെ സ്പേസിലോട്ട് കൊണ്ടുപോകുന്ന റോക്കറ്റ്സൊക്കെ ഒരുപാട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോട്ട് പോകാം. എത്ര എണ്ണം ഉണ്ടോ നോക്കാം. ബ്ലാങ്ക്സ് 1, 2, 3, 4, 5, 6 ബ്ലാങ്ക്സ് ഉണ്ട്. നമുക്കിനി ഓപ്ഷൻസിലോട്ട് നോക്കാം. ഓപ്ഷൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അതായത് 6 ബ്ലാങ്ക്സ് ഉണ്ട്, 12 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് വേണം എടുത്ത് പറയാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം, എന്തായിരിക്കും അതിൻ്റെ ശരിയെന്ന് നോക്കാം. ബൈ 2025 ഗവൺമെൻറ് എക്സ്പേർട്സ് സേ അമേരിക്ക സ്കൈസ് വിൽ സ്വാം വിത്ത് 3 ഡാഷ് ആസ് ഡാഷ് പ്ലെയിൻസ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. വിത്ത് 3 ആൾട്ടിറ്റ്യൂഡ്സ്. ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ, സമുദ്രനിരപ്പിൻ്റെ ഉയരത്തിലുള്ള നിരപ്പിൻ്റെ ഉയരത്തിലുള്ള സ്ഥാനത്തെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിയിടിക്കുക എന്നുള്ളതാണ്. പാസഞ്ചേഴ്സ്, അത് നമുക്കറിയാം. ടൈംസ്, സാറ്റലൈറ്റ്സ്, തൗസൻഡ്സ്, പൈൽസ്. പൈൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈൽസ് എന്ന് പറഞ്ഞാൽ ഈ മൂലക്കുരു എന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ ഈ പൈലില്ല, അതൊരു പക്ഷെ അതായിരിക്കണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ഓപ്ഷൻസ് ഇടായിരുന്നു അവന്മാർ ഇട്ടേക്കുന്നുണ്ടോ. നമ്മൾ ഈ പൈൽ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയത്തില്ലേ, ഈ കൂമ്പാരമായിട്ട് സാധനങ്ങൾ ഇടുന്നത്, അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. പൈൽസ്. മെനി, ട്രാഫിക്, നമുക്കറിയാം. ലീസ്റ്റ്, മച്ച്, ടൈം. അപ്പോൾ നമുക്ക് ഓരോ വാക്കുകൾ ഇട്ട് നോക്കാം. ഡാഷ് വിത്ത് 3യുടെ എന്തായിരിക്കും ഓപ്ഷന്? 3 ടൈംസ് ആസ് മെനി 3 ടൈംസ് ആസ് മെനി പ്ലെയിൻസ്. 3 ടൈംസ് 3 ഇരട്ടി ഒരുപാട് പ്ലെയിൻസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം ശരി ഉത്തരം എന്താ നമുക്ക് നോക്കാം. ആൻഡ് നോട്ട് ജസ്റ്റ് ദ കൈൻഡ് ഓഫ് ട്രാഫിക് ഫ്ലൈയിങ് ടുഡേ. ദർ വിൽ ബി എന്താണ് അതിൻ്റെ ഉത്തരം? ദർ വിൽ ബി തൗസൻഡ്സ്. അല്ല ഇവിടെ മെനി, ഇവിടെ തൗസൻഡ്സ്. ഓക്കെ, ദർ വിൽ ബി തൗസൻഡ്സ് ഓഫ് ടൈനി ജെറ്റ്സ്. അത് വരാനല്ലേ സാധ്യത? 1000കണക്കിന് ടൈനി ജെറ്റ്സ് വരാനാണ് സാധ്യത. അല്ലാതെ പൈൽസ് ഓഫ് ടൈനി ജെറ്റ്സ് എന്ന് വരുമോ? എനിക്ക് പൈൽസ് എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ. ഓക്കെ, പൈൽസ് ഓഫ് ടൈനി ജെറ്റ്സ് എന്ന് വരുമോ? വരാൻ സാധ്യത? തൗസൻഡ്സ് അല്ലേ വരാൻ സാധ്യത.
പിന്നെ വേറൊരു വാക്ക് അവിടെ കറക്റ്റായിട്ട് ആപ്റ്റ് വരത്തില്ല, നിങ്ങളത് നോക്കിയാൽ മതി. സീറ്റിംഗ് 6 or fewer at airliner traffic, competing for space with remotely അല്ലല്ലല്ല അറ്റ് എയർലൈനർ ആൾട്ടിറ്റ്യൂഡ്സ് വരാനല്ലേ സാധ്യത. എയർലൈൻ ആൾട്ടിറ്റ്യൂഡ്സ്, എയർലൈൻ്റെ ഏറ്റവും ആ ഉയരത്തിൽ, ആ എയർലൈൻസ് പോകുന്ന ആ ഉയരത്തിൽ കമ്പീറ്റിംഗ് ഫോർ സ്പേസ് വിത്ത് റിമോട്ട്ലി ഓപ്പറേറ്റഡ് ഡ്രോൺസ് ദാറ്റ് നീഡ് ഹെൽപ്പ് അവോയ്ഡിങ് മിഡ് എയർ. അവിടെ കൊളീഷൻസ് ആയിരിക്കും, കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ ആ ട്രാഫിക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ പോകാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കോമ്പറ്റീഷൻ നടക്കും ഇൻ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. വിത്ത് കൊമേഴ്ഷ്യലി ഓപ്പറേറ്റഡ് റോക്കറ്റ്സ് ക്യാരിയിങ് ഡാഷ് ആൻഡ് ടൂറിസ്റ്റ് ഇൻ ടു സ്പേസ്. ടൂറിസ്റ്റുകളെയും പിന്നെ എന്തായിരിക്കും, ടൂറിസ്റ്റുകളെയും പാസഞ്ചേഴ്സ് ആൻഡ് ടൂറിസ്റ്റ് ഇൻ ടു സ്പേസ്. പാസഞ്ചേഴ്സ് ആയിരിക്കുമോ? പാസഞ്ചേഴ്സ് ആണോ? ടൂറിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പാസഞ്ചേഴ്സ് ആണല്ലോ, പിന്നെ അവിടെ ഒരു പാസഞ്ചേഴ്സിൻ്റെ കാര്യമില്ല, സാറ്റലൈറ്റ്സ് ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം. വിത്ത് കൊമേഴ്ഷ്യലി ഓപ്പറേറ്റഡ് റോക്കറ്റ്സ് ആൻഡ് ക്യാരിയിങ് സാറ്റലൈറ്റ്സ് ആൻഡ് ടൂറിസ്റ്റ് ഇൻ ടു സ്പേസ് ആവാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓ ഗ്രേറ്റ്, ഭാഗ്യം, ഭാഗ്യത്തിനല്ല, ശരിയാണ്. ഓക്കെ, അപ്പം ടൈംസ്, മെനി, തൗസൻഡ്സ്, ആൾട്ടിറ്റ്യൂഡ്സ്, കൊളീഷൻസ് ആൻഡ് സാറ്റലൈറ്റ്സ്, അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മൾ ആ വാക്കുകളുടെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഉത്തരം നിങ്ങൾ നോക്കി, ലാസ്റ്റിലത്തെ വന്നപ്പോൾ ആ സാറ്റലൈറ്റ്സിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അവിടെ പാസഞ്ചേഴ്സ് ആൻഡ് ടൂറിസ്റ്റ്, ശരിയാണല്ലോ, നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയപ്പോൾ നോക്കിയപ്പോഴാണ് എന്ത് ടൂറിസ്റ്റ് എന്ന് ഓൾറെഡി കിടപ്പുണ്ട്, അതൊക്കെ തന്നെയാണല്ലോ പാസഞ്ചേഴ്സ്, മാറാൻ സാധ്യതയില്ല. പിന്നെ അതിനു മുമ്പ് അറ്റ് എയർലൈനർ ട്രാഫിക് എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്, പിന്നെ ഓർത്തപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. എയർലൈൻ്റെ ആ ഉയരത്തിൽ പോകാനുള്ളൊരു കോമ്പറ്റീഷൻ, ഒരു മത്സരമായിരിക്കും നടക്കാൻ സാധ്യത എന്നൊരു ചിന്ത വന്നപ്പോഴാണ് അവിടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുമെന്നുള്ളൂ. വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കി ആലോചിച്ച്, ഇതിപ്പോൾ ഞാൻ അല്പം സമയമൊക്കെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞൊക്കെ പോയതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കും. 1 മിനിറ്റ് കൂടുതലൊന്നും എടുക്കരുത്, നമുക്ക് എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 4-5 ക്വസ്റ്റ്യൻ ചോദിക്കും റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസായിട്ട് വരാം. പിന്നെ നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻസും PTE കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം PTE സ്റ്റോറീസ്, അതിൻ്റെ അകത്തൊക്കെ ഞാൻ മിക്കപ്പോഴും ഒരുപാട് ഷോർട്ട് വീഡിയോസും അതൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.